എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ചാനൽസിൻ്റെ പുറകെ ഞാൻ പോയിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അല്ലെങ്കിൽ നിളയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങളായിരുന്നു. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. പല കാര്യങ്ങളാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അവർ ഇൻ്റർവ്യൂ എടുക്കാം, ഇങ്ങനെ ഓക്കെ ആണോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഓക്കെ ആണോ, ഇൻ്റർവ്യൂ എടുക്കാം, ഇങ്ങനെ ഓക്കെ ആണോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഓക്കെ ആണോ, കാര്യങ്ങളൊക്കെ ഈ സാറിന് നല്ല ഓർമ്മയാണല്ലോ. അതൊന്നും എൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട്. കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യും, കൊടുക്കാൻ നമ്മൾ അറിയാണ്ട് കൊടുക്കുകയും ചെയ്യും. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഒന്നാമത് കമൻറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോസ് അല്ല, എൻ്റെ ന്യൂഡ് വീഡിയോസ്. എന്തോന്ന് കണ്ടത്? എന്തോന്ന് ഫുൾ നെക്കഡ് എൻ്റെ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ന്യൂഡ് വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമൻറ്റ് ചെയ്യുന്നത്. നാണമില്ലേ അളിയാ? എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. ആരെങ്കിലും പാപം ചെയ്യാത്തതുണ്ടോ മക്കളെ, കല്ലെറിയൂ, ഞാൻ കൊള്ളാൻ റെഡിയാണ്. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. അതെ, തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് ഗോപു എന്ന് പറയുന്ന പോലെ അല്ലേ. വേറൊരു കാര്യം കൂടിയുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഒരു കാര്യത്തെ പ്രൊഫഷനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇന്ത്യയിൽ വരണം, പ്രൊഫഷൻ ആവണം എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം. എടാ, ഇത് ഇവിടെ പ്രൊഫഷൻ തന്നെയാണ്, പക്ഷെ ആളുകളെ വായ എല്ലാം, അതായത് അവരുടെ സംസാര രീതിയിലാണ് ഇത് ഒരു പ്രൊഫഷൻ അല്ലാണ്ട് പോകുന്നത്. അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? എല്ലാ വീഡിയോസിന് താഴെ വരുന്ന ഒരു കമന്റ് ഉണ്ട്, വരാൻ പോകുന്ന ഒരു ഷക്കീല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിൽക്ക് സ്മിത എന്നൊക്കെ പറയുന്നുണ്ട്. ആ കമന്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ തോന്നുന്നത് ചേച്ചിക്ക് അതൊക്കെ കാണുമ്പോ? ഭയങ്കര അഭിമാനം തോന്നും. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com.